ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾ ആർക്കെങ്കിലും ലോവർ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലി നമ്മുടെ സ്പൈൻ സ്ട്രെങ്തൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയതും പവർഫുള്ളും ആയിട്ടുള്ള ആസനങ്ങളാണ്. ഇത് നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാനും പോസ്ചർ കറക്റ്റ് ചെയ്യാനും സ്പൈനിനെ സ്ട്രെങ്തൻ ചെയ്യാനും എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരു സ്ട്രോങ് ലോവർ ബാക്ക് ഒരു ഹെൽത്തി സ്പൈനിന് വേണ്ടിയിട്ടും നല്ല പോസ്റ്ററിന് വേണ്ടിയിട്ടും അത്യാവശ്യമായ ഒന്നാണ്. അതുപോലെ തന്നെ പ്രിവെന്റിങ് ലോവർ ബാക്ക് പെയിനും സ്പൈനിന്റെ പെയിനും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഉള്ള യോഗാസനങ്ങൾ പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മാർജരാസന ആൻഡ് വിത്തലാസന, വിച്ച് ഈസ് കാറ്റ് ആൻഡ് കൗ പോസ്ചർ. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ സ്പൈനിന് നല്ലപോലെ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുകയും അതുപോലെ തന്നെ ബാക്ക് മസിൽസിലുള്ള ടെൻഷൻസ് എല്ലാം റിലീവ് ചെയ്യാനും റിലാക്സ്ഡ് ആക്കാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ്. സോ അതിനായിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കാം. Inhale and arch your back. Exhale and round your back. One more time. Inhale and arch your back. Look up. 1, 2, 3, 4, 5, 6. Exhale and arch your back. 1, 2, 3, 4, 5, 6. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാലാസനയിൽ ചെയ്യാം. ഭുജംഗാസന അഥവാ കോബ്ര പോസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിനെയും ഗ്ലൂട്ട്സിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൈനിന് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുത്താനും ഹെൽപ്ഫുൾ ആയ ഒരു ആസനയാണ്. അതിനായിട്ട് നമ്മൾ സുപ്പൈൻ പോസ്ചറിൽ കിടക്കണം. സുപ്പൈൻ പോസ്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബെല്ലി താഴത്തേക്ക് മാറ്റിലേക്ക് തട്ടിച്ചു വെച്ച് നമുക്ക് കിടക്കാം. ഭുജംഗാസന ചെയ്യുവാനായിട്ട് കൈകൾ രണ്ടും ചെസ്റ്റിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വെക്കുക. ചിൻ മാറ്റിൽ മുട്ടിച്ച് വെക്കുക. കാലുകൾ രണ്ടും കൂട്ടി വെക്കുക. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് നോക്കാം. Inhale and raise your hands and look up. 1, 2, 3, 4, 5, 6. Exhale and come back. Relax in Makarasana. ഇത് നിങ്ങൾക്ക് 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം. അടുത്തത് ശലഭാസന അഥവാ ലോക്കസ് പോസ്റ്റർ ആണ്. ഇത് നിങ്ങളുടെ എൻറ്റയർ ബാക്കിനെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സോ നമ്മുടെ ലോവർ ബാക്ക്, ഗ്ലൂട്ട്സ് ആൻഡ് തൈസിനെ എല്ലാം തന്നെ ഇവ സ്ട്രോങ് ആക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ്. സോ നമ്മൾക്ക് അർദ്ധശലഭാസനം പൂർണ്ണശലഭാസനവും ചെയ്യാം. അർദ്ധശലഭാസനം നമ്മൾ ഓരോ കാലുകൾ ചെയ്യുന്നതും പൂർണ്ണശലഭാസനം നമ്മൾ 2 കാലും ഒപ്പം ഉയർത്തി ചെയ്യുന്നതുമാണ്. നമുക്ക് തുടങ്ങാം. അർദ്ധശലഭാസനം ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്ന മാറ്റിൽ മുട്ടിച്ച ശേഷം 2 കൈകളും തുടയുടെ ഇരുവശത്തേക്കും കൊണ്ടുവരിക. ഇനി ഇൻഹേൽ ചെയ്ത് ഒരു ലെഗ് മാത്രം ഉയർത്തുക. 1, 2, 3, 4, 5, 6. Exhale and come back. അതുപോലെ തന്നെ മറ്റേ ലെഗും ഉയർത്താം. Inhale. 1, 2, 3, 4, 5, 6. Exhale and come back and relax in Makarasana. പൂർണ്ണശലഭാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈയെ ഫിസ്റ്റിന്റെ രൂപത്തിലാക്കി തൈസിന്റെ അടിയിൽ വെക്കുക. സെയിം തന്നെ ഇൻഹേൽ ചെയ്ത ശേഷം 2 ലെഗും അടുപ്പിച്ച് ഉയർത്താൻ ശ്രമിക്കുക. ഇൻഹേൽ, chin still in the mat. 1, 2, 3,
4, 5, 6. Exhale and come back and relax in Makarasana. അടുത്ത ആസന ധനുരാസനയാണ്. അപ്പോൾ ധനുരാസനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ചെസ്റ്റ് ഓപ്പണറും ഷോൾഡേഴ്സിനും അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സോ ഇതിന് നമുക്ക് വീണ്ടും സുപ്പൈൻ പോസ്ചറിൽ തന്നെ കിടക്കാം. സോ ഇനീഷ്യലി നിങ്ങൾ ഇൻഹേൽ ചെയ്ത് 2 കാലിനെയും കണങ്കാലുകളിൽ പിടിക്കുക ആൻഡ് എക്സെയിൽ. അതിനുശേഷം ഇൻഹേൽ ചെയ്ത് കാലുകളും ചെസ്റ്റിൻ്റെ ഭാഗവും മുകളിലേക്ക് ഉയർത്തുക. ഇൻഹേൽ ആൻഡ് റൈസ് യുവർ ലെഗ്സ് ആൻഡ് ചെസ്റ്റ്. 1, 2, 3, 4, 5, 6. Exhale and relax. വീണ്ടും മകരാസനത്തിൽ കിടക്കാവുന്നതാണ്. അടുത്തത് സേതുബന്ധാസൻ അഥവാ ബ്രിഡ്ജ് പോസ് ആണ്. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിനെയും ഗ്ലൂട്ട്സിനെയും തൈസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പൈൻ അലൈൻമെന്റിനും ഇത് ഹെൽപ്ഫുൾ ആണ്. സോ അതിനായിട്ട് നമുക്ക് പ്രോൺ പോസിൽ കിടക്കണം. സോ നിങ്ങൾ ബാക്ക് വശത്ത് മലർന്ന് കിടക്കുക. ശേഷം കാലുകൾ രണ്ടും കൈകളുടെ സമീപത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനും ശ്രമിക്കാം. ഇനി ഇൻഹേൽ ചെയ്ത് നിങ്ങളുടെ വയർ ഭാഗം മുകളിലേക്ക് ഉയർത്തുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻഹേൽ 1, 2, 3, 4, 5, 6. Exhale and come back and relax. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമന്റ്സ് ഇടൂ. സീ യു സൂൺ.